ശ്രീ ജയേന്ദ്രൻ, ആരിഫ് ഉന്നയിച്ച ചോദ്യങ്ങളോടാണ് മറുപടി പറയേണ്ടത്. എന്തുകൊണ്ട് ഹമാസുകളോട് മാത്രം ഐക്യപ്പെടുന്നു? എന്തുകൊണ്ട് ബംഗ്ലാദേശിലെ ഹിന്ദു വംശഹത്യയിൽ നിങ്ങൾ പ്രതിഷേധിക്കുന്നില്ല? എന്തുകൊണ്ട് പാകിസ്ഥാനിലെ ന്യൂനപക്ഷ വേട്ട നിങ്ങൾ കാണുന്നില്ല? എന്തുകൊണ്ട് ഉത്തർപ്രദേശിലെ നിർബന്ധിത മതപരിവർത്തനത്തിൽ നിങ്ങൾ പ്രതികരിക്കുന്നില്ല? എന്തുകൊണ്ട് യമനിലെ പട്ടിണി, ദാരിദ്ര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്നില്ല? എന്തുകൊണ്ട് സിറിയയിലെ ജനസൈഡ് അതൊരു വലിയ വിഷയമായി നിങ്ങൾ കാണുന്നില്ല? സിമ്പിൾ, അത്രയേ ഉള്ളൂ. അതിന് മാത്രം മറുപടി പറഞ്ഞാൽ മതി. താങ്കൾ ചോദ്യം ചോദിച്ചിട്ട് മറുപടി പറയേണ്ട അതിർത്തികളും കൂടെ നിർണ്ണയിക്കുന്നത് കൗതുകകരം എന്ന് ഞാൻ പറയൂ. അതിരിക്കട്ടെ, പിന്നെ പ്രിയപ്പെട്ട സുഹൃത്ത് ഡോക്ടർ ആരിഫ് ഹുസൈൻ പറഞ്ഞതിനോട് ഞാൻ ഖേദപൂർവ്വം ശക്തിയായി വിയോജിക്കുകയാണ് ചെയ്യുന്നത്. കാരണം അദ്ദേഹം പറയുന്നു ജനോസൈഡ്, വംശഹത്യ അവിടെ നടന്നിട്ടില്ല. ശരി, വാദത്തിന് വേണ്ടി ഞാനങ്ങ് സമ്മതിച്ചേക്കാം. അദ്ദേഹത്തിൻ്റെ വാദത്തിന് വേണ്ടി ഞാനങ്ങ് സമ്മതിച്ചേക്കാം. അല്ല, കേൾക്കൂ, ഞാൻ സമ്മതിച്ചേക്കാം. പക്ഷേ ഒരു കാര്യമുണ്ട്. അങ്ങനെയാകുമ്പോൾ ഇത് സംബന്ധിച്ച് പിന്നെ ഐക്യരാഷ്ട്രസഭ 3 പ്രമേയങ്ങൾ പാസ്സാക്കിയിട്ടുണ്ട്. ജനോസൈഡാണ് ഗസയിൽ നടക്കുന്നത് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് 3 പ്രമേയങ്ങൾ, ഒന്നല്ല 3 എണ്ണം ഉണ്ട്. അപ്പോൾ അത് 3ഉം അതൊരു നുണക്കഥയാണ് ഐക്യരാഷ്ട്രസഭയുടെ പ്രമേയം എന്ന് നമ്മൾ തീരുമാനിച്ച, താങ്കളങ്ങ് പറഞ്ഞാൽ മതി. നമ്മളങ്ങനെ തീരുമാനിക്കുകയാണ്. ഐക്യരാഷ്ട്രസഭയുടെ പിന്നെ പ്രമേയങ്ങൾ ഒരു നുണക്കഥയാണ്, അവിടെ ജനോസൈഡൊന്നും നടക്കുന്നില്ല, അതെനിക്കറിയുന്ന കാര്യമാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ചർച്ച അങ്ങനെ ക്ലോസ് ചെയ്യാം. ഓക്കെ, ഒന്ന്. മറ്റൊന്ന്, പിന്നെ ഇവിടെ മറ്റ് വിഷയങ്ങൾ താങ്കൾ ചൂണ്ടിക്കാണിച്ച ഒട്ടനേകം വിഷയങ്ങളിൽ മുഴച്ചു നിൽക്കുന്ന ഒന്ന് ആയിരക്കണക്കിന് മൈൽ അകലെയാണ് എന്നുള്ളതാണ് എൻ്റെ പ്രശ്നം. എൻ്റെ സാറേ, എനിക്കെന്താണ് പ്രശ്നം? ഇത് എൻ്റെ പ്രശ്നമല്ലെന്നേ. ഒരു ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ എന്താണ് ഫോക്കസ്? ആ ഫോക്കസിൽ എൻ്റെ അഭിപ്രായങ്ങളാണ് ഞാൻ പറയുക. ഇത് എൻ്റെ പ്രശ്നമായിട്ടോ ഒന്നും താങ്കൾ എടുക്കുകയേ വേണ്ട. ഒരു ചർച്ചയുടെ പരിധിയും പരിമിതിയും നമുക്കൊക്കെ വളരെ നന്നായിട്ട് സൂക്ഷ്മമായിട്ട് അറിയുന്നവരല്ലേ. അത്രയേ ഉള്ളൂ അതിൻ്റെ കാര്യം. നമ്മളെ അഭിപ്രായങ്ങൾ, ആശയവിനിമയങ്ങൾ നടത്തുന്നതിനപ്പുറത്തേക്ക് ഇത് പിന്നെ ആരെങ്കിലും വിധിക്കുകയല്ലോ നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഉയർന്നു വരുന്നൊരു ഇഷ്യൂ ഇപ്പോൾ വന്നത് ഗസയിലെ പ്രശ്നമാണ്. അത് ഹമാസിലേക്ക് കൂട്ടിക്കെട്ടാനാണ് അനിൽ നമ്പ്യാർക്ക് താല്പര്യം. അതിൻ്റെ അകത്ത് രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം ചർച്ച ചെയ്യാനുള്ള സമയം ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. താങ്കൾ ഇപ്പോഴും കൃത്യമായ ഉത്തരം നൽകാതെ ഒളിച്ചോടുകയാണ്. വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യം മാത്രമാണ്. എന്തുകൊണ്ട് ഹമാസിനോട് മാത്രം ഐക്യപ്പെടുന്നു? എന്തുകൊണ്ട് നിങ്ങൾ തൊട്ടപ്പുറത്തുള്ള ബംഗ്ലാദേശിലെ ഹിന്ദു വംശഹത്യ കാണുന്നില്ല? കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചു. അതിനുള്ള മറുപടി വളരെ വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളാണ്. അതിനുള്ള ലളിതമായിട്ടുള്ള മറുപടി മാത്രമേ പ്രതീക്ഷിക്കുന്നുള്ളൂ താങ്കളിൽ നിന്ന്. അല്ല, ലളിതമായ പ്രശ്നങ്ങളെ അല്ല, വളരെ സങ്കീർണമായ പ്രശ്നങ്ങളെ പറ്റിയാണ് താങ്കൾ ലളിതമായ മറുപടികൾ ചോദിക്കുന്നത്. അത് സാധ്യവുമല്ല. എങ്കിലും വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് എനിക്ക് അറിയാവുന്ന മറുപടിയൊക്കെ നിശ്ചയമായും പറയുകയും ചെയ്യാം. ഈ പറയുന്ന ഗസയുടെ പ്രശ്നം മാത്രമാണോ നമ്മൾ ചർച്ച ചെയ്യാറുള്ളത്? താങ്കൾ ചോദിച്ച ബംഗ്ലാദേശിൻ്റെ പ്രശ്നം, ഡോക്ടർ ആരിഫ് ഹുസൈൻ ചോദിച്ചിട്ടുള്ള ഇന്ത്യയിലെ തന്നെ മറ്റ് മേഖലകളുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നം, ഇപ്പം അവിടേക്ക് വരുന്നതിന് മുമ്പ് ഈ ബംഗ്ലാദേശിലെ പ്രശ്നത്തിൽ CPIM.org അദ്ദേഹം നോക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. വിവരങ്ങൾ അറിയാൻ വേണ്ടിയാണല്ലോ നോക്കുക നമ്മളിതൊക്കെ. അപ്പോൾ അതിൽ ഈ ബംഗ്ലാദേശിലെ ഇഷ്യൂ സംബന്ധിച്ച് പിന്നെ അവരുടെ കമ്മ്യൂണിക്കേ ഉണ്ട്. CPIMൻ്റെ സെൻട്രൽ കമ്മിറ്റിയുടെ കമ്മ്യൂണിക്കേ തന്നെ ഉണ്ട് അതുമായി ബന്ധപ്പെട്ട്. കഴിഞ്ഞ വർഷവും ഈ വർഷവും ഉണ്ട്. അത് കിടക്കുന്നുണ്ട്. എന്നിട്ട് എങ്ങനെയാണ് അത് നിലനിൽക്കെ എങ്ങനെയാണ് അദ്ദേഹത്തെ പോലൊരാൾക്ക് പറയാൻ കഴിയുക, നിങ്ങൾക്ക് നിലപാടുണ്ടോ എന്ന് ചോദിക്കാൻ കഴിയുക എന്നുള്ളത് പിന്നെ കൗതുകകരം മാത്രമല്ല, അത്ഭുതകരവും കൂടെയാണ്. അത് അവിടെ ഉണ്ട്, ആ സ്റ്റേറ്റ്മെൻ്റ് അവിടെ നിലനിൽക്കുകയാണല്ലോ. പിന്നെ അത്തരത്തിലുള്ള ഒരു നടപടിയോടും ആർക്കും യോജിക്കാൻ കഴിയില്ല. അവിടെ ഹിന്ദുക്കൾ ന്യൂനപക്ഷമാണ്. എന്താണ് എത്ര പ്രക്ഷോഭം നടത്തി നിങ്ങൾ? എത്ര റാലി? താങ്കൾ ചോദിച്ചത് അതല്ല, നിലപാടാണ് ചോദിച്ചത്. ഒന്നിനെ മറ്റൊന്നിനോട് കൂട്ടിക്കെട്ടുന്ന ആ ഒരു കൗശലം കഴിയില്ല. അല്ല, നിലപാടല്ല ഞാൻ ചോദിച്ചത്. അല്ലല്ല, അതൊരു കൗശലമാണ്. അത് അങ്ങനെയല്ല സാർ. ഞാൻ പറഞ്ഞില്ലേ, ഇത് പ്രക്ഷോഭങ്ങൾ നിങ്ങൾ നടത്തി.
ഇപ്പോൾ രാംകുമാർ സാർ നേരത്തെ പറഞ്ഞല്ലോ, ഇതൊരു കടലോര പാർട്ടിയല്ലേ CPIM. ബംഗ്ലാദേശിൽ പോയി എങ്ങനെ സമരം നടത്താനാണ്? അഖിലേന്ത്യാ തലത്തിൽ പോലും ഇല്ല. അദ്ദേഹം പറഞ്ഞു ഈ സൗത്ത് സ്കേർട്ടിലുള്ള ഒരു ചെറിയ കുഞ്ഞു പാർട്ടിയാണല്ലോ CPIM. പക്ഷെ നിലപാടുണ്ട്. ഗാസയിൽ പോവാ, കുഴപ്പമില്ല. ബംഗ്ലാദേശിൽ പോകാൻ പറ്റില്ല. അതെ, ഇല്ല, ഗാസയിലും പോയില്ലല്ലോ അനിൽ നമ്പ്യാർ. അത് സംബന്ധിച്ച് ഗാസയിൽ പോകാനാണല്ലോ അനുമതി ചോദിച്ചത്. അപ്പൊ അത് സംബന്ധിച്ചുള്ള നിലപാടുകൾ നിങ്ങൾക്ക് ഹമാസ് നേതാവിനെ ആരും പോകാൻ ചോദിച്ചിട്ടില്ല അനുമതി. അതല്ലല്ലോ, അത് ഒരു കോഴിക്കോട് ഓൺലൈനിൽ അതെ, പ്രസംഗിക്കാൻ ഒരു കുഴപ്പമില്ല. അല്ല, അതുകൊണ്ട് എന്താ കുഴപ്പം? അതൊക്കെ എന്ത് കുഴപ്പം? എന്ത് തരത്തിലുള്ള ജനാധിപത്യ വിരുദ്ധതയാണ് നിങ്ങൾ അതൊക്കെ ആരോപിക്കുന്നത്? ഹമാസ് ഒരു തീവ്രവാദ സംഘടനയാണോ? അതൊക്കെ എന്ത് തരത്തിലുള്ള ജനാധിപത്യ വിരുദ്ധതയാണ് നിങ്ങൾ ആരോപിക്കാൻ ഉത്സാഹിക്കുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. അതുകൊണ്ട് ചോദിക്കുകയാണ്. ഹമാസ് ഒരു തീവ്രവാദ കാര്യം പറയുമ്പോൾ പിന്നെ ഇഫ് യു ആർ ഗോയിങ് ടു മേക്ക് എ പോയിന്റ്, മേക്ക് ഇറ്റ് ക്രിസ്റ്റൽ ക്ലിയർ, അതല്ലേ വേണ്ടത്? അതെ, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഹമാസ് ഒരു തീവ്രവാദ സംഘടനയാണ്. ഖാലിദ് മഷാൽ എന്ന് പറഞ്ഞ ആള് ഒരു തീവ്രവാദിയാണോ? അല്ല, താങ്കൾ തന്നെ ഇതിന് മറുപടി പറഞ്ഞു കഴിഞ്ഞു സർ. താങ്കൾ തന്നെ പറഞ്ഞില്ല ഇന്ത്യ ഗവൺമെന്റ് നിരോധിച്ചിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ താങ്കളുടെ ആ ഇഷ്യൂ സെറ്റിൽഡ് അല്ലേ അവിടെ, അല്ലേ? അപ്പൊ അതുകൊണ്ട് അത് തീവ്രവാദ സംഘടനയല്ല. ചോദിക്കണല്ലോ. ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കാര്യം, യൂണിയൻ ഗവൺമെന്റിന്റെ കാര്യം താങ്കൾ തന്നെ ഈ ചർച്ചയിൽ ഉന്നയിച്ച് കഴിഞ്ഞല്ലോ, ഇല്ലേ? പറഞ്ഞു ഹമാസിനെ തീവ്രവാദ സംഘടനയായിട്ട് ഇന്ത്യ ഗവൺമെന്റ് കാണുന്നില്ല. അതെനിക്കറിയാലോ, അതൊരു വലിയ പ്രശ്നമായിട്ട് കാണുന്ന ആളാണ്. പക്ഷെ ഞാൻ അപ്പോഴും പറയുന്നു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കാണുന്നില്ല എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം നല്ല ലക്ഷണമൊത്ത തീവ്രവാദ സംഘടനയാണ് ഹമാസ്. എനിക്കൊരു സംശയമില്ല. ഞാൻ നിങ്ങളോടാ ചോദിക്കുന്നത്, ഹമാസ് ഒരു തീവ്രവാദ സംഘടനയായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ ഇല്ലേ? അത് ഞാൻ പറഞ്ഞില്ല, താങ്കൾ തന്നെ അതിന് മറുപടി പറഞ്ഞു കഴിഞ്ഞപ്പോ എന്തിനാണ് സർ നിങ്ങളോടാ ചോദിക്കുന്നത്? എന്റെ മറുപടി ഞാൻ പറഞ്ഞു, നിങ്ങളുടെ മറുപടിയാണ് ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, നിലപാടുണ്ടെങ്കിൽ അവർ പറയട്ടെ. എന്റെ മറുപടിയിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങളോടാ ഞാൻ ചോദിക്കുന്നത്, നിങ്ങളുടെ കാഴ്ചപ്പാടിൽ ഹമാസ് ഒരു തീവ്രവാദ സംഘടനയുടെ ലക്ഷണമുള്ള ഒരു സംഘടനയാണോ, തീവ്രവാദ സംഘടനയാണോ? ആര് പറഞ്ഞു അനിലംപേർ മറുപടി ഇല്ലാന്ന്? അങ്ങനെ താങ്കൾ എനിക്ക് വേണ്ടി ജാമ്യം എടുത്തു തരണ്ട. എനിക്ക് താങ്കളുടെ മുൻകൂർ ജാമ്യമേ വേണ്ട. എനിക്ക് ജാമ്യം എടുക്കണമെങ്കിൽ ഞാൻ തന്നെ ചെയ്തോളാം. അത് താങ്കളുടെ ചെലവിൽ തരണ്ട. അങ്ങനെയെങ്കിൽ അല്ല, ഹമാസ് തീവ്രവാദ സംഘടനയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, നിശ്ചയമായും വിശ്വസിക്കുന്നില്ല. അതെ, അത്ര തന്നെ ഇവിടുത്തെ പ്രശ്നമുള്ളൂ. അപ്പൊ നിങ്ങൾ ഇവിടുത്തെ പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ, ഒന്നും കൂടിയും വ്യക്തമാക്കി പറഞ്ഞാൽ, അതായത് അവിടെ ബംഗ്ലാദേശിലെ കാര്യം പറയുമ്പോൾ നിങ്ങൾ പറഞ്ഞു ഞങ്ങൾ സ്റ്റേറ്റ്മെന്റ് ഇട്ടിട്ടുണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞു. അതോടുകൂടി പരിപാടി തീർന്നതാണ് നിങ്ങൾ പറയുന്നത്. നിങ്ങൾ ഒരു പ്രക്ഷോഭം പോലും അതിനുവേണ്ടി നടത്തിയിട്ടില്ല എന്ന് നിങ്ങൾ സമ്മതിക്കുന്നു. അവിടെ പോകേണ്ട കാര്യമില്ലല്ലോ. പക്ഷെ നിങ്ങൾ ഈ ഗാസയിലെ വിഷയം വരുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ അടിക്കടി സമരം വേണം. കോഴിക്കോട് മാത്രം സമരം നടത്തും. നിങ്ങൾ കേരളത്തില് തിരുവനന്തപുരത്ത് നിങ്ങൾ സമരം നടത്തില്ല. നിങ്ങൾക്ക് കോഴിക്കോട് തന്നെ പോയിട്ട് സമരം നടത്തണം. ഇതൊക്കെ മനസ്സിലാക്കുന്ന അവസ്ഥ ഇവിടെ ഉണ്ട്. നടത്തുക